ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. നല്ല മഴയല്ലേ ഇപ്പോൾ നാട്ടിൽ? എന്തോരം മഴ അല്ലേ, തോരാത്ത മഴ. ഞാനിവിടെ നമുക്ക് 4 മണിക്കൊക്കെ സ്നാക്സ് ഉണ്ടാക്കി. ഇപ്പം മഴയല്ലേ, അതുകൊണ്ട് നല്ല ചൂടുള്ള സ്നാക്സൊക്കെ കഴിക്കുമ്പോൾ നല്ല കോഫിയുടെയും ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ വെച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴേ അവർക്ക് എന്തെങ്കിലും വിശന്നിട്ടായിരിക്കും അവർ വരിക അല്ലേ. നമ്മൾ കൊടുത്തേക്കുന്ന ഭക്ഷണമൊന്നും ഒന്നും ആവില്ല. എന്തായാലും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു എല്ലില്ലാത്ത പീസ് കേട്ടോ, ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ്. അത് ചെറുതായിട്ട് കട്ട് ചെയ്യുക കേട്ടോ. കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കി എടുക്കണം കേട്ടോ. അതിലേക്ക് 3 മുട്ട ഇട്ട് കൊടുക്കണം. 3 മുട്ടയാണ് കേട്ടോ വേണ്ടത്. നമ്മൾ എത്രയാണോ, ഞാനിവിടെ ചെറിയ രണ്ട് പീസ് ബ്രസ്റ്റിൻ്റെ പീസ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് 3 മുട്ട ആവശ്യമുണ്ട്. നമ്മളിപ്പോൾ ഒരുപാട് എടുക്കുകയാണെങ്കിൽ ഒരു 6 മുട്ടയൊക്കെ വേണ്ടി വരും കേട്ടോ, ഇതിൻ്റെ ഇരട്ടി എടുക്കുകയാണെങ്കിൽ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ കേട്ടോ, അതുപോലെ 1/2 ടീസ്പൂൺ നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ആട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ കുരുമുളക് പൊടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. മക്കൾക്ക് എരിവ് അധികം ഇഷ്ടമല്ല. വേണമെങ്കിൽ ഇച്ചിരി കൂടെ ഉപയോഗിക്കാം കേട്ടോ, എടുക്കാം. എന്നിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ മയോനൈസ് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് വേണമെങ്കിൽ അപ്പോൾ അടിച്ചെടുക്കാം. ഞാനിവിടെ മുട്ട ചേർക്കാതെയാണ് കേട്ടോ മയോനൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ ചീസും വേണം. ചീസ് ഒരു 1/2 കപ്പ് ചീസ് എടുത്തിട്ടുണ്ട്. മല്ലിയില കേട്ടോ, മല്ലിയിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നല്ലൊരു ടേസ്റ്റ് ആയിട്ടോ. അത് ചൂടോടുക്കനെ കഴിക്കണം. അതാണ് അതിൻ്റെ. നമ്മൾ മക്കളൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ആ സമയത്ത് ഉണ്ടാക്കിയാൽ മതി. ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു മണിക്കൂർ ഒക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത്രയും അതിൻ്റെ ഫ്ലേവറും ചീസും എല്ലാം മെൽറ്റായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ പ്രത്യേകം ഇഷ്ടമാവും കേട്ടോ. ഞാൻ എൻ്റെ മക്കൾക്ക് എപ്പോഴും ഉണ്ടാക്കാറില്ല, ചില സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. കാരണം ഇത് ഭയങ്കര ഹെവിയാണ്. കാരണം ചീസും മയോനൈസും എല്ലാം കൂടെ വരുന്നോണ്ടേ. അതുകൊണ്ട് ചില സമയത്ത് ഉണ്ടാക്കാറുണ്ട്. എന്നിട്ട് 1 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കണം കേട്ടോ. അത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു 1/2 കപ്പ് മൈദ നോക്കിയിട്ട് കുറേശ്ശെ ചേർത്ത് ഇങ്ങനെ കൊടുക്കുക കേട്ടോ. അപ്പം അതിൻ്റെ തിക്നെസ് കൂടി നല്ലോണം തിക്കായിട്ട് വരാൻ പറ്റില്ല, കുറച്ച് ലൂസാവും വേണം. അപ്പം അതിനനുസരിച്ച് നമ്മൾ മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്യാൻ നേരത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. മൈദ ഇട്ടിട്ട് പിന്നെ നമ്മൾ വേണമെങ്കിൽ 5-10 മിനിറ്റ് നമുക്ക് വെക്കാം കേട്ടോ, റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഞാൻ പിന്നെ അതിൻ്റെ പൊരിച്ചെടുക്കുന്ന സമയത്ത് മാത്രമേ ഞാനത് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ എടുത്ത് ഞാനിവിടെ കുറച്ച് ഒലിവ് ഓയിലാട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. ഒലിവ് ഓയിലാകുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കല്ലേ ഏറ്റവും നല്ലതാണ്. ഏത് എണ്ണയും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതിലേക്ക് ഓരോ ടീസ്പൂൺ ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുക. നമുക്ക് ഉരുട്ടാനൊന്നും എന്തായാലും നമുക്ക് ഓരോ ഷേപ്പിൽ എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ഇതുപോലെ ഓരോ സ്പൂൺ വെച്ചിട്ട് നമുക്ക് തിരിച്ച് മറിച്ചിട്ട് വേവിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും കേട്ടോ. കാരണം അധികം എരിവില്ല, പിന്നെ നല്ല ചീസുണ്ട്. മയോണൈസൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. ഇത് നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. ചൂടോടുക്കനെ കഴിക്കാം. കുട്ടികൾ വരാൻ നേരത്തെ ഉണ്ടാക്കി കൊടുത്താൽ മതി. നമുക്ക് ഗസ്റ്റുകളൊക്കെ വരുമ്പോഴും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു വിഭവം കേട്ടോ, ഒരു സ്നാക്സാണ്. കാരണം ഒരു വെറൈറ്റി സ്നാക്സ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നമ്മളെ കയ്യിൽ ചീസും വേണം, അതുപോലെ മയോണൈസും വേണം കേട്ടോ. മയോണൈസൊക്കെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാം. ചീസ് നമ്മളെ കയ്യിലുണ്ടായാൽ മതി.
ചിക്കന് നമുക്ക് ആദ്യം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ട് കട്ട് ചെയ്യണോണ്ടേ വെന്ത് കിട്ടും. നമുക്ക് തോന്നും വേവൂലേന്നൊക്കെ ഒരു പേടിയുണ്ടാവും. പക്ഷെ വെന്തിട്ടുണ്ടാവും കേട്ടോ. നമ്മളിങ്ങനെ ഒന്ന് കട്ടില്ലാതെ പരത്തിയിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റ് കേട്ടോ. ചീസിൻ്റെയും എല്ലാത്തിൻ്റെയും നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. താങ്ക്